വയനാട് സീരീസിന്റെ രണ്ടാം ഭാഗം കരിന്തണ്ടനെ തളച്ച ചങ്ങലമരത്തിന് മുന്നിൽ നിന്നും തുടങ്ങാന്ന് വെച്ച് നേരെ അതിന്റെ തൊട്ടടുത്തായിട്ടോ ഒരു അഡ്വഞ്ചർ പാർക്കും ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ. അങ്ങനെ ഞങ്ങൾ ഫാമിലിയെല്ലാം അവിടെ വന്ന് കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷം തിരിച്ചു പിന്നെ നേരെ എന്താ ഐസലിനെ പിന്നെ എൻ്റെ കയ്യിലെടുത്ത് കുറച്ച് നേരം അവൾ എൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ നമ്മളെ വൈഫും ഫാമിലിയൊക്കെ തിരിച്ചു മുന്നേ വന്നു. കാരണം ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പൂക്കോട് ലേക്കിലേക്ക് പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അങ്ങനെ പൂക്കോടിലേക്ക് പോയി അവിടെ കുറേ നേരം സമയമെല്ലാം സ്പെൻഡ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് ഞങ്ങൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വിട്ടു. അതിന് നേരെ എന്താ തൊട്ട് വണ്ടിയുടെ ബാക്ക് സൈഡിലോട്ട് നോക്കുമ്പോഴോ രണ്ടാൾക്കാർ ഇങ്ങനെ തുള്ളി കളിച്ചോണ്ടിരിക്കും. അങ്ങനെ തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും ഒരു സൈഡിലായിട്ട് നല്ല മുളയരി പായസം എല്ലാം ഇങ്ങനെ വിൽക്കുന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ച ഒരു ഗ്ലാസ് മുളയരി പായസം കുടിച്ച് നേരെ തൊട്ടടുത്തായിട്ട് ഒരു അഡ്വഞ്ചർ പാർക്കും അതിന്റെ സൈഡിലായിട്ട് തന്നെ തേയിലത്തോട്ടം. അങ്ങനെ ഞാനും അളയനും കൂടെ എന്താ നേരെ അങ്ങോട്ട് നിന്ന് കുറച്ച് നേരം അവിടെ സമയമെല്ലാം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു പിന്നെ ഞങ്ങൾ നേരെ മേപ്പാടിയിലോട്ട് വിട്ടു. നേരെ മേപ്പാടി അങ്ങാടി എത്തി നമ്മളെ കാക്കൂന്റെ തട്ടടയിൽ നിന്ന് നല്ല ചായയും കടികളും ഒക്കെ കഴിച്ചതിന് ശേഷം നേരെ പിന്നെ കുരിയൽമല 90-ാം കണ്ടി 1000 ഏക്കർ ഏരിയയിലേക്കുള്ള റോഡ് കയറി. കാരണം ഇതെല്ലാം പോകുന്ന ഒരേ റൂട്ടിലൂടെ തന്നെ. കുറച്ചും കൂടി വരുമ്പോൾ തന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുകയും അതിന്റെ സൈഡുകളെല്ലാം കല്ല് വെച്ച് കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കും. അത്യാവശ്യം റോഡ് കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും മോശമാണ്. പിന്നെ ഈ കാണുന്ന ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോച്ചയുടെ 1000 ഏക്കറിന്റെ ഭാഗങ്ങളൊക്കെ തന്നെ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. കാരണം റോഡ് പണിയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ബോച്ചയുടെ 1000 ഏക്കർ തന്നെയാണ്. ദൂരോട്ട് നോക്കുമ്പോഴത്തേനും ബബിൾ സ്റ്റേ റൂംസും ഹട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളൊരു തുരങ്കപാത നേരെ എന്താ കോഴിക്കോട്ടിലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കുതിരാൻ പോലെ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. തിരിച്ചു തന്നെ നേരെ എന്താ ഞങ്ങൾ 90-ാം കണ്ടിയുടെ ഭാഗത്ത് ഇവിടെ നിന്ന് നേരെ ചൂരൽമലയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും 90-ാം കണ്ടിയും ഗ്ലാസ് ബ്രിഡ്ജും ഓഫ് റോഡ് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ നേരെ കുറച്ചുകൂടെ മുന്നോട്ട്. പകുതി എത്തുമ്പോഴത്തേനും എന്ത് പറ്റി, റോഡ് ബ്ലോക്ക് ചെയ്തേക്കും. കാരണം പണിയെല്ലാം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് വിടത്തില്ല. തിരിച്ച് വീണ്ടും ഞങ്ങൾ വന്നിട്ട് 90-ാം കണ്ടി ഇറങ്ങുമ്പോഴും സമയം കഴിഞ്ഞ് ഇപ്പോഴേ ഓഫ് റോഡോ കാര്യങ്ങളോ ഗ്ലാസ് ബ്രിഡ്ജിലോ ഒന്നും കയറാൻ പറ്റില്ലല്ലോ. അങ്ങനെ തിരിച്ച് ചെറിയ വിഷമത്തോടുകൂടി തിരിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും, അവിടെ നമ്മളെ കാടിലെ മക്കൾ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് നേരെ എന്താ ബോച്ചയുടെ 1000 ഏക്കർ വന്ന് നോക്കുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ പല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ ആക്ടിവിറ്റീസൊന്നും അധികം ഞങ്ങൾ എടുക്കാൻ തന്നില്ല. കുറേ നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തേയിലയുടെ ഇടയ്ക്ക് നിന്ന് എടുത്തതിന് ശേഷം നോക്കുമ്പോഴത്തേനും ഇതാ നമ്മൾ ദൂരെ നിന്ന് കണ്ട ബബിൾ സ്റ്റേ ഹട്ടുകളെല്ലാം അവിടെ കാണാൻ പറ്റും. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാം തിരിച്ച് നേരെ എന്താ റൂമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നവരും അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. നല്ല തിരക്കും ഉണ്ടായിരുന്നു അങ്ങോട്ട്. പകുതി എത്തുമ്പോഴത്തേനും എന്തോ ഫെസ്റ്റിവൽ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ റൂം എടുത്തിരുന്നതെന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ഏരിയയിലായിരുന്നു. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന റൂമൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ കൽപ്പറ്റയിലേക്ക് പോയി. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഈ കാണുന്നത് പറഞ്ഞാൽ കൽപ്പറ്റ ജംഗ്ഷനാണ്. അത്യാവശ്യം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ എന്താ ഞങ്ങൾ ഹോട്ടലിലെത്തി ഫുഡും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേനും എന്താ ഞങ്ങളെ ഫുഡും എല്ലാം എത്തി. അത്യാവശ്യം നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. കാരണം ഞങ്ങൾ പോയ വഴിക്കുള്ള ഫുഡുകളും കാര്യങ്ങളും എല്ലാം സൂപ്പർ ഫുഡുകളായിരുന്നു. അതിനെന്താ പൊറോട്ടയും ബീഫും ചിക്കനും ഒക്കെ ആയിരുന്നു ഓർഡർ ചെയ്തത്. അതിനുള്ള ശേഷം ഞങ്ങൾ നേരെ എന്താ തിരിച്ച് റൂമിലോട്ട് പോയി. പോകുമ്പോഴാണെങ്കിലോ കൽപ്പറ്റയിൽ നെക്സ്റ്റ് കയറി ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു. 1-2 സാധനം അത്യാവശ്യം വേണം. ഇനി അതും എടുത്ത് തിരിച്ചെന്താ റൂമിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചെറിയൊരു ബൈപ്പാസ് അധികമായാലൊരു 5-8 വർഷം ആയതേ ഉള്ളൂ. തിരിച്ചു പിന്നെ നേരെ ഞങ്ങൾ റൂമിലെത്തി. ഇതിന്റെ അടുത്ത ഭാഗം ചാനൽ വരുന്നതാണ്. മാക്സിമം നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം.